കൊച്ചി തുറമുഖത്തിന്റെ സ്വകാര്യവൽക്കരണത്തിനെതിരെ കൊച്ചിൻ പോർട്ട് ജോയിന്റ് ട്രേഡ് യൂണിയൻ ഫോറം നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം 60 ദിനം പിന്നിട്ടു. സി.ഡി. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്ത 60-ാം ദിവസത്തെ സമരത്തിൽ തോമസ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന നേതാക്കളടക്കം എല്ലാ പ്രവർത്തകരും നിരാഹാര സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. കൊച്ചി തുറമുഖത്തിന്റെ സ്വകാര്യവൽക്കരണത്തിനെതിരെ കൊച്ചിൻ പോർട്ട് ജോയിന്റ് ട്രേഡ് യൂണിയൻ ഫോറം നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം 60 ദിനം പിന്നിട്ടു. കൊച്ചി തുറമുഖത്തിന്റെ ഏറ്റവും പ്രധാന പ്രവർത്തന മേഖലയായ മറൈൻ ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ പുറം കരാർ കൊടുക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, സ്വകാര്യവൽക്കരണം തടയുക, കൂടുതൽ തൊഴിലാളികളെ നിയമിക്കുക, കരാർ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുക, തുല്യവേതനം നൽകുക, ആശ്രിത നിയമനം നടപ്പാക്കുക, ആവശ്യമായ കാർഗോ ഹാൻഡ്ലിംഗ് ഉപകരണങ്ങളും ജലവാഹനങ്ങളും വാങ്ങുക, മാൻ പവർ സപ്ലൈ വഴി തുറമുഖം പ്രവർത്തിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സമരത്തിന്റെ 60-ാം ദിവസം മുതിർന്ന നേതാക്കളടക്കം എല്ലാ പ്രവർത്തകരും നിരാഹാര സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സി.ഡി. നന്ദകുമാർ 60-ാം ദിവസത്തെ സമരം ഉദ്ഘാടനം ചെയ്തു. സമരവേദിയിൽ തോമസ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. സി.ജി. ഷൺമുഖദാസ്, ജോമോൻ കെ.എസ്. എന്നിവരാണ് 60-ാം ദിവസത്തെ സത്യാഗ്രഹ സഹാക്കൾ. എം.എൻ. മനോജ്, ടി.സി. സഞ്ജിത്ത്, വി.കെ. സുരേന്ദ്രൻ, എം. ജമാൽ കുഞ്ഞ്, കെ.എം. റിയാദ്, റസിയ സലീം, കെ.ഇ. സാബു, ഷാലൻ വള്ളുവശ്ശേരി, മഞ്ജു മരിയ സ്റ്റീഫൻ, ശശീന്ദ്ര ബോസ്, എ റഷീദ്, ജോസഫ് ജോസ്, സി.എൻ. ബാബുരാജൻ, പി.ബി. ശിവപ്രസാദ് എന്നിവർ സമരപരിപാടിയിൽ സംസാരിച്ചു. ഗവൺമെന്റിന്റെ നയങ്ങൾ തിരുത്തിക്കുന്നതിനാവശ്യമായ ചെറുത്തുനിൽപ്പ് സമരങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൊച്ചി തുറമുഖവും ഗവൺമെന്റ് നയങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുകയാണ്. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ എന്താണോ സർക്കാരിന്റെ നയം അത് മാത്രം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ തുറമുഖ മാനേജ്മെന്റ് പ്രവർത്തിക്കുമ്പോൾ സമരം പല വിധത്തിൽ നമ്മൾ തുടർന്നു വരികയാണ്. സംഘടിതമായ തൊഴിലാളി ശക്തിക്ക് മുന്നിൽ ഈ ഏകാധിപത്യ നവലിബറൽസ് ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്ന തീവ്ര വലതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റുകൾ തിരുത്തേണ്ടി വരും. ആ തിരുത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗം കൂടിയാണ് ഇന്ത്യയിലെ എല്ലാ സമരവും എന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയം ഉയർത്തുകയാണ് ഇന്ത്യയിലെയും ലോകത്തെയും തൊഴിലാളികൾ. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി തകർന്നടിയുന്ന സമയം മുതൽ നമ്മൾ ആരംഭിച്ച സമരവും ഇന്ന് കൊച്ചി തുറമുഖത്തിന്റെ സർവനാശത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ അതിജീവിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറൈൻ ഡിപ്പാർട്ട്മെന്റിൽ തുടങ്ങിയിരിക്കുന്ന തുറമുഖത്തിന്റെ പൊതുസമരമായി ദയവായി നിങ്ങൾ എല്ലാവരും ഇത് ഉൾക്കൊള്ളണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. In every curious question, we see a scientist. In every step they take, we see a champion. We don't just care for children. We nurture who they are becoming. Sanford Preschool, where learning begins.